Hello dears, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു നവരാത്രി സ്പെഷ്യൽ എപ്പിസോഡാണ്. അപ്പോൾ നവരാത്രിയൊക്കെ അല്ലേ, അപ്പോൾ ഒരു നല്ല മധുരം തന്നെ ആയിക്കോട്ടെ. നമുക്ക് ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള സക്കര പൊങ്കലിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സക്കര പൊങ്കൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ സക്കര പൊങ്കൽ തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് 1/2 കപ്പ് പച്ചരിയാണ്, അതായത് റോ റൈസ്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള പൊന്നിയുടെ റോ റൈസ് ആണ്. അപ്പോൾ പൊന്നിക്ക് തന്നെ ബോയിൽഡ് റൈസും ഉണ്ടാവും, റോ റൈസും ഉണ്ടാവും. അതിൻ്റെ റോ റൈസാണ് നമ്മൾ എടുക്കേണ്ടത്. പൊന്നി തന്നെ വേണമെന്നില്ല, ഏത് റോ റൈസ് ബ്രാൻഡ് ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ പച്ചരി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതിൻ്റെ 1/2 കപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സെക്കൻഡ് ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് വേണ്ടത് ചെറുപയർ പരിപ്പാണ്. നമ്മൾ പരിപ്പൊക്കെ സദ്യയൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ, ആ ചെറുപയർ പരിപ്പ് മൂങ് ദാൽ. അത് എടുക്കേണ്ട അളവെന്ന് പറയുന്നത് 1/4 കപ്പാണ്. അതായത് നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ പകുതി വേണം നമ്മൾ ദാൽ എടുക്കാനായിട്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 2 ഇൻഗ്രീഡിയൻസും സെപ്പറേറ്റ് ആയിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് അതൊന്ന് ഡ്രൈ ചെയ്തെടുക്കണം. അതായത് അരിപ്പയിൽ കൂടെ ഇട്ട് എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് മാറ്റി എടുക്കേണ്ടതാണ്. ആദ്യം ഞാനിവിടെ അരിയാണ് കഴുകുന്നത്. ഇതുപോലെ നന്നായിട്ട് വാഷ് ചെയ്യുക. 2-3 തവണ വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു അരിപ്പയിൽ കൂടി എക്സ്ട്രാ വെള്ളമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് മൂങ് ദാലും ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഈ റെസിപ്പി ഞാൻ വളരെ ന്യൂട്രീഷ്യസ് ആണെന്ന് പറയാനുള്ളൊരു കാരണം ഇതിനകത്ത് ദാലും അടങ്ങിയിട്ടുണ്ട്. നമ്മൾ സാധാരണ അരിപ്പായസം അല്ലെങ്കിൽ നെയ്പ്പായസം വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് ദാൽ ഉണ്ടാവാറില്ല. അപ്പോൾ ഈ രീതിക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വളരെ ന്യൂട്രീഷ്യസുമാണ്. അപ്പോൾ അതാ നമ്മൾ നന്നായിട്ട് ദാലും കഴുകി എക്സസ് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സക്കര പൊങ്കൽ തയ്യാറാക്കി തുടങ്ങാം. അതിലേക്കായിട്ട് ഏതാണ്ട് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ആദ്യം ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചെറുപയർ പരിപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം. റോസ്റ്റ് ചെയ്യുമ്പോൾ ഏതാണ്ട് ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്താൽ മതി. അതിൻ്റെ കളറൊന്നും ചേഞ്ച് ആവേണ്ട കാര്യമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി കിട്ടിയാൽ മതി. പിന്നെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. അടി പിടിക്കാനോ കരിയാനോ പാടില്ല. അതായത് ഇപ്പോൾ നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന അരിയും കൂടി ഇതിലോട്ട് ചേർത്ത് ഒന്ന് ഇതുപോലെ തന്നെ റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഏതാണ്ട് ഒരു 2 മിനിറ്റ്സ് അല്ലെങ്കിൽ 3 മിനിറ്റ്സ് മതിയാവും നന്നായിട്ട് റോസ്റ്റായി കിട്ടാനായിട്ട്. അതായത് ഇപ്പോൾ നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമ്മൾ ചേർക്കുന്നത് 3 കപ്പ് വെള്ളമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പാലും കൂടി ചേർത്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ പാലും കൂടി നിങ്ങൾ ചേർക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 കപ്പ് വെള്ളവും 1 കപ്പ് പാലും കൂടി ചേർത്ത് നിങ്ങൾക്ക് ബോയിൽ ചെയ്യാം. പക്ഷെ ഞാനിവിടെ പാൽ ഉപയോഗിക്കുന്നില്ല. എനിക്ക് പാൽ ഉപയോഗിക്കാതെ ജസ്റ്റ് വെള്ളത്തിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. ഒന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഏതാണ്ട് ഒരു 4 to 5 വിസിൽസ് വരെ വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ വേവിക്കാം. വേവിച്ച ശേഷവും അത് ഉടനെ തന്നെ തുറക്കാനായിട്ട് പാടില്ല. അതിൻ്റെ ഫുൾ പ്രഷർ പോകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. 4 to 5 വിസിൽസ് കഴിഞ്ഞു, പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അരിയും പരിപ്പും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊരു തവി കൊണ്ട് നമുക്ക് ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് അല്പം ശർക്കര ഉരുക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ശർക്കര ഞാനിവിടെ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് അലിയിക്കാനായിട്ട് ഏതാണ്ട് ഒരു 1/2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പാവ് കൺസിസ്റ്റൻസി ഒന്നും ആവേണ്ട കാര്യമില്ല. നന്നായിട്ടൊന്ന് ഉരുകി നമുക്ക് അരിച്ചെടുക്കാൻ പാകത്തിന് ആയാൽ മതിയാവും. ഇതൊരു മീഡിയം മധുരത്തിന് 1 കപ്പ് മതിയാവും. നിങ്ങൾക്ക് മധുരം കുറവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം, അല്ല കൂടുതൽ മധുരം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം. പ്രിഫറൻസ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇതിനി നമുക്ക് നമ്മുടെ അരിയും പയറിലോട്ടും ചേർത്ത് കൊടുക്കാം. അരിച്ചൊഴിച്ചാൽ മതി. അപ്പോൾ എന്തെങ്കിലും അഴുക്കുകളുണ്ടെങ്കിൽ അത് മാറിക്കോളും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനോടൊപ്പം തന്നെ ഞാനൊരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചൂടാക്കിയ വെള്ളമാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ വെള്ളം ചേർക്കുന്നതിൻ്റെ റീസൺ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അത് അല്പം വാട്ടറി ആണെന്നുള്ളത്. നമ്മളിനി വീണ്ടും ഇത് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് വീണ്ടും റെഡ്യൂസ് ചെയ്യും. മാത്രമല്ല തണുത്ത ശേഷവും ഇത് കുറച്ച് കട്ടിയാവുന്ന ഒരു
സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് വെള്ളം ആദ്യം ചേർത്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ട് കട്ടിയായി പോവും. ഇനി അടുത്ത ചേർത്ത് കൊടുക്കുന്നത് ഏതാണ്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ്. പിന്നെ വേണ്ടത് ഒരു നുള്ള് ഉപ്പ്. ഇത്രയും ചേർത്ത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തു. ഇനി ഇത് ഒരു 3 to 4 മിനിറ്റ്സ് നന്നായിട്ട് നമുക്കൊന്ന് ബോയിൽ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ആ ശർക്കരയിൽ കിടന്ന് വീണ്ടും ഈ അരിയും പരിപ്പും ഒക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കാനും അതൊന്ന് വരണ്ട് കിട്ടാനും വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരല്പം നെയ്യിൽ നമ്മൾ കാഷ്യൂസ് വറുത്തത് ചേർക്കുകയാണ്. ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ സാധാരണ നമ്മുടെ റേസിൻസും കൂടെ ചേർക്കാറുള്ളതാണ്. പക്ഷേ ഞങ്ങളുടെ മോൾക്ക് റേസിൻസ് ഈ റെസിപ്പിയിൽ ഇടുന്ന അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് അത് ചേർക്കാം. അല്ല വളരെ കുഞ്ഞു കുട്ടികളാണ്, അവർ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും കടിച്ചു തുടങ്ങിയിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് പൗഡർ ഉണ്ടാക്കാറുണ്ടല്ലോ, അത് തന്നെ ഒന്ന് ഇതിലോട്ട് ചേർത്തിട്ട് അവർക്ക് സെർവ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ വളരെ ഡെലിഷ്യസും ഹെൽത്തിയുമായിട്ടുള്ള സക്കര പൊങ്കൽ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി മധുരം ഇഷ്ടമുള്ള എല്ലാവർക്കും, കുട്ടികളായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് എസ്പെഷ്യലി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്നൊരു സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ വളരെ ഒരു നല്ല റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.